ആയ കാലത്ത് മക്കളെ കുറെ അങ്ങ് ദ്രോഹിച്ച് അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ സ്വന്തം മക്കളുടെ കുറ്റം നാട് നീളെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ആ മക്കളെ നാണം കെടുത്തി അവരുടെ വിലയും അഭിമാനവും എല്ലാം കളഞ്ഞ് ജീവിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. കുറെ കഴിഞ്ഞിട്ട് ഇവർ തന്നെ എല്ലാവരോടും പരാതി പറയും, അവരെന്നെ വിളിക്കുന്നില്ല, എന്നോട് മിണ്ടുന്നില്ല, എന്നോട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അവരുടെ നല്ല പ്രായത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സമ്മതിക്കാത്ത നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അവർ കുറെ ക്ഷമിക്കും. സിസ്റ്റർ പറഞ്ഞത് കുറേയൊക്കെ കറക്റ്റാണ്. ആ കാലത്ത് മക്കളെയും ഭാര്യനൊന്നും നോക്കാതെ അർമാദിച്ച് നടന്ന് അവരെ പബ്ലിക്കിൽ ഇൻസൾട്ടൊക്കെ ചെയ്ത് എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിച്ച് അവസാനം സൈഡാകുന്ന സമയത്ത്, അസുഖമൊക്കെ പിടിച്ച് സൈഡാകുന്ന സമയത്ത് വിളിക്കുന്നില്ല, നോക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതേപോലെ തിരിച്ചുമുണ്ട്. ആ കാലത്ത് മക്കളെയും ഭാര്യയൊക്കെ നന്നായി നോക്കി നമുക്ക് പ്രായമാകുന്ന സമയത്ത് നോക്കാതെ ശ്രദ്ധിക്കാതെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന മക്കളും ഉണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും ഇങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്.